വിത്താനിയ സോംനിഫറ എന്നുള്ള ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഹെർബാണ് അശ്വഗന്ധ. അശ്വഗന്ധയുടെ മലയാളം വരുന്നത് അമുക്കുരം എന്നാണ്. ഈ അശ്വഗന്ധ എന്നുള്ള പേര് വരാനുള്ള കാരണം വേര് പൊട്ടിക്കുമ്പോൾ കുതിരയുടെ മണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തുരഗന്ധ, വാജ്യഗന്ധ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ അശ്വഗന്ധയിൽ വിദാഫറിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അണുനാശന ശക്തിയുണ്ട്. പനി, ജലദോഷം, ചുമ, ചർമ്മരോഗങ്ങളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ബനാറസിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് അശ്വഗന്ധ ചൂർണത്തിനാണ് കൂടുതൽ പൊട്ടൻസി ഉള്ളത് എന്നാണ്. അതായത് ലേഹ്യവും അരിഷ്ടവും ഉപയോഗിക്കുന്നതിനേക്കാളും ചൂർണം ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ മാളവികയും സിംഗും നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് മാനസിക വിഭ്രാന്തിക്ക് ഏറ്റവും ഉത്തമമായ ഒരു മെഡിസിനാണ് അശ്വഗന്ധ എന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹൃദയം, അതുപോലെ തലച്ചോറ്, നാഡി ഇവയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിദ്ര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അപസ്മാരം, ഉന്മാദ കേസുകളിൽ അശ്വഗന്ധ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യനോട് ഡോസ് നിശ്ചയിച്ചിട്ട് അശ്വഗന്ധ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇറഗുലർ ആയിട്ടുള്ള ഡോസിൽ അശ്വഗന്ധ സേവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വിപരീത ഫലങ്ങൾ ഉണ്ടാവും. ഒരു ഡോക്ടറുടെ തീരുമാനപ്രകാരം മാത്രം മരുന്നുകൾ സേവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.